45 days കൊണ്ട് നമുക്ക് എങ്ങനെ റാങ്ക് ലിസ്റ്റിൽ മുകളിലേക്ക് വരാം അതിന് വേണ്ടിയുള്ള ആക്ച്വലി ഒരു ടൈം ടേബിൾ ആണ്. മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഡെയിലി ടെസ്റ്റ് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പം ഈ ഡെയിലി ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. JPHന്റെ സെക്കൻഡ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ആക്ച്വലി അത് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ്, ഞാൻ പറയുന്നത് ഉറപ്പാണ്, നിങ്ങൾക്ക് ജോലി കിട്ടും. വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പോൾ എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ നമ്മുടെ കേരള PSCയുടെ JPHN എക്സാം അല്ലെ, അതിന് ഇനി ഏകദേശം ഒരു 1.5 മാസം മാത്രമേ ബാക്കിയുള്ളൂ. അതായത് ഏകദേശം ഒരു 45 ദിവസമാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലെ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ എജൂസ് അക്കാഡമിയിലെ JPHന്റെ സെക്കൻഡ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ആക്ച്വലി അത് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് ഇനിയും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞാനൊരു മിഷൻ 45 days വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ ക്രാഷ് ബാച്ചിന് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇനി നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ്, അതുകൂടാതെ തന്നെ പലരും എന്നോട് ചോദിച്ചിരുന്നു, സാർ ഇനി പഠിച്ചു തുടങ്ങിയാൽ മതിയോ, ഇനി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്ത് പോകാൻ പറ്റുമോ, നമുക്ക് എക്സാമിന് മുന്നേ ടോപ്പിക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് റിവിഷനും ചെയ്ത് നമുക്ക് എക്സാം കോൺഫിഡന്റ് ആയിട്ട് നേരിടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഒരു മറുപടി എന്നോണമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ, അതായത് ഏത് എക്സാം ഞാൻ പറയാറുണ്ട്, ഏത് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സിലബസ്, അതിന്റെ എക്സാം പാറ്റേൺ അറിഞ്ഞ് തന്നെ പഠിക്കുക എന്നുള്ളത്. സോ നമ്മൾ ഇതിന്റെ സിലബസ് ഫുൾ കവർ ചെയ്ത് അതിനെ റിവിഷനും ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ്, ഞാൻ പറയുന്നത് ഉറപ്പാണ്, നിങ്ങൾക്ക് ജോലി കിട്ടും. ജോലി കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ കഴിയും. പക്ഷേ നമ്മൾ ഈ പറയുന്ന സ്ട്രാറ്റജിയോട് എന്താണ് ചേർന്ന് പോകണം. ഇതിൽ ഒരു രീതിയിലുള്ള മായം ചേർക്കലും പാടില്ല കേട്ടോ. അപ്പം ഞാൻ ആക്ച്വലി ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇനി 45 days കൊണ്ട് നമുക്ക് എങ്ങനെ റാങ്ക് ലിസ്റ്റിൽ മുകളിലേക്ക് വരാം അതിന് വേണ്ടിയുള്ള ആക്ച്വലി ഒരു ടൈം ടേബിൾ ആണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറയുന്നു, ഇത് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാന്റെ ഓവർവ്യൂ ആണ്. ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മുടെ JPHന്റെ ടോപ്പിക്സ് കൂടുതലും കവർ ചെയ്ത് വരിക, അല്ലെങ്കിൽ സിലബസ് കവർ ചെയ്ത് വരിക കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ആണ്. കൂടാതെ OBG, പിന്നെ പീഡിയാട്രിക്സ്, കൂടാതെ കുറച്ച് സൈക്യാട്രി, പിന്നെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ കവർ ചെയ്ത് വരിക. അപ്പൊ ഇതിന്റെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 1 to 2 weeks, അതായത് ആദ്യത്തെ രണ്ടാഴ്ച നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗും കൂടാതെ ഹെൽത്ത് പ്രൊമോഷൻ കേട്ടോ, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗും കൂടാതെ ഹെൽത്ത് പ്രൊമോഷൻ എന്ന ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് 3 to 4 weeks, അതായത് 3-ാമത്തെ 4-ാമത്തെ ആഴ്ച, അതിലും ഫസ്റ്റ് വീക്ക് പ്രൈമറി ഹെൽത്ത് കെയർ തന്നെ, അതായത് കമ്മ്യൂണിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് അതിനോടൊപ്പം ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് അല്ലെങ്കിൽ പീഡിയാട്രിക്സ് കംപ്ലീറ്റ് ചെയ്യുക. വീക്ക് 5th വരുമ്പോൾ മിഡ്വൈഫറി അല്ലെങ്കിൽ OBG പഠിക്കുക. ദെൻ വീക്ക് 6th വരുമ്പോൾ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, കൂടാതെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്ച്വലി നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ അറിയാം, നമ്മൾ പലർക്കും അല്ല, നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഡെയിലി ടെസ്റ്റ് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പം ഈ ഡെയിലി ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും നമ്മൾ മോക്ക് ടെസ്റ്റ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ. അതായത് ഈ പറഞ്ഞ പോലെ ഇതിലിപ്പോ വീക്ക് 6th കാണിച്ചിരിക്കുന്നത് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റുഡൻസിന്. പക്ഷെ എല്ലാവർക്കും നമ്മൾ ഒരു 4 weeks മുതൽ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് കൊടുത്തു തുടങ്ങും കേട്ടോ. അപ്പം ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ വരാനായിട്ട് കഴിയും, അതുപോലെ തന്നെ ജോലി ലഭിക്കാനായിട്ടും കഴിയും കേട്ടോ. അപ്പം ഇതിന് ആക്ച്വലി ഒരു ടൈം ടേബിൾ, പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, സാർ നമുക്കൊരു ടൈം ടേബിൾ തരാമോ, ആ ടൈം ടേബിൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഞാൻ പഠിച്ചോളാം എന്ന് പറയും. സോ അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന്, അതായത് ഇനിയും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനുള്ളവർക്ക്, അതോടൊപ്പം തന്നെ ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്കും ഈ ടൈം ടേബിൾ സ്യൂട്ട് ആകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. അപ്പൊ ഇത് ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്നത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 9:30 വരെയുള്ള ടൈമിൽ, ഇതിനിടയ്ക്കുള്ള ടൈം സ്പെയർ ചെയ്ത് നമുക്ക് എങ്ങനെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പം അതിൽ എന്താ പറയുക, നമ്മൾ പഠനം തുടങ്ങുക രാവിലെ 6 മണിക്കാണ്. അപ്പൊ നമ്മുടെ ഇതിന് മുന്നേ നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിരിക്കണം അല്ലെ. അതായത് വീട്ടിൽ കുറച്ച് ജോലികൾ ഉണ്ടാവും, പാചകവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ നമ്മൾ ഈ 6 മണിക്ക് മുന്നേ തീർക്കുക. നമ്മുടെ പ്രാർത്ഥന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലെ രാവിലെ. സോ അതൊക്കെ ഒരു 6 മണിക്ക് മുന്നേ തന്നെ ചെയ്തു തീർക്കുക. അതുപോലെ തന്നെ 9:30 ആകുമ്പോൾ നമ്മൾ പഠിച്ചു കഴിയത്തേ ഉള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യാനുണ്ടാവും. അതിനുശേഷമായിരിക്കും നമ്മൾ ഉറങ്ങാനും പോവുക അല്ലെ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരുന്നോട്ടെ. അപ്പം ഇനി ആക്ച്വലി ഈ ടൈം ടേബിൾ ആക്ച്വലി അത് ഞാനെന്താ ജനറൽ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുക ചെയ്യുന്നത്. ഇത് ഓരോരുത്തർക്കും അറിയാം അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത്. അപ്പം അവർക്ക് ഏത് ടൈമിലാണ് സ്പെയർ ചെയ്യാൻ കഴിയുക എന്നുള്ളത് അറിയാം അല്ലെ. അപ്പം അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ടൈം മാറ്റം
ടൈമിൽ മാറ്റം വരുത്തുക. പക്ഷെ മിനിമം ഇത്രയും സമയം നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പം 6 മുതൽ 6:30 വരെ പറയുന്ന ടൈം എന്ന് പറഞ്ഞാൽ ക്വിക്ക് റിവിഷൻ ഓഫ് പ്രീവിയസ് ഡേയ്സ് ടോപ്പിക്, അതായത് കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുതൽ ഒന്നേ പിന്നെ പഠിക്കുകയല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഒന്ന് നോക്കി പോവുക കേട്ടോ. നെക്സ്റ്റ് വരുന്ന ടൈം ആക്ച്വലി നമ്മൾ ഷിഫ്റ്റ് ഡ്യൂട്ടി അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ക്രമീകരിക്കാം കേട്ടോ. അതായത് സെക്കൻഡ് ഷിഫ്റ്റിന് പോകുന്ന ആൾക്കാരാണ് കേട്ടോ, സെക്കൻഡ് ഷിഫ്റ്റിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് രാവിലത്തെ ടൈം പഠിക്കാനായിട്ട് യൂസ് ചെയ്യാം. അതായത് 6:30 to 9:30 AM, അതായത് ഒരു 3 മണിക്കൂർ സമയം നമ്മൾ പുതിയ ടോപ്പിക്ക് കേട്ടോ, പുതിയ ടോപ്പിക്ക് പഠിക്കാനായിട്ട് നമ്മൾ മാറ്റിവെക്കുക. ഇപ്പം എനിക്കറിയാം കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിലുള്ളവരാണ്, അവരെ നഴ്സറിയിൽ വിടണം അല്ലെങ്കിൽ അവരെ സ്കൂളിലൊക്കെ വിടണം എന്നുള്ളവരെ അവരൊക്കെ വിട്ടതിന് ശേഷം സ്കൂളിലും നഴ്സറിയിലൊക്കെ വിട്ടതിന് ശേഷം ഒരു 8:30 മുതൽ 11:30 വരെ അങ്ങനെ ഒരു 3 മണിക്കൂർ പഠിക്കുക കേട്ടോ. അതായത് സെക്കൻഡ് ഷിഫ്റ്റിന് പോകുന്നതിന് മുന്നേ 3 മണിക്കൂർ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇൻ കേസ് നിങ്ങൾക്ക് മോർണിംഗ് ഷിഫ്റ്റ് ഡ്യൂട്ടി ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഈവനിങ് ഒരു 3 to 6 PM, അത് വീണ്ടും ഞാൻ പറയുന്നു നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾ അപ്പോഴാണ് എത്തുക, അതനുസരിച്ച് ഒരു 3 മണിക്കൂർ പഠിക്കുക കേട്ടോ. 2 to 5 ആണോ അതെ, അല്ലെങ്കിൽ 3 to 6 നിങ്ങൾ പുതിയ ടോപ്പിക്ക് പഠിക്കുക കേട്ടോ. അതായത് പുതിയ ടോപ്പിക്സ്, ന്യൂ ടോപ്പിക് സ്റ്റഡിയാണ് ഈ ഒരു 3 മണിക്കൂർ വരിക. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ഒക്കെ ചെയ്യാനുണ്ടാവും അല്ലെ. സോ അതിനുശേഷം വീണ്ടും ഒരു 7:30 to 8:30 ടൈം സ്പെയർ ചെയ്തിട്ട് പുതിയ ടോപ്പിക്ക് പഠിക്കുക. അങ്ങനെ ഒരു 4 മണിക്കൂർ നമ്മൾ പുതിയ ടോപ്പിക്ക് പഠിക്കാനായിട്ട് ദിവസവും മാറ്റി വെക്കുന്നു. കൂടാതെ അരമണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രീവിയസ് ഡേയ്സ് ടോപ്പിക്ക് റിവൈസ് ചെയ്യുന്നു. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് 1 മണിക്കൂർ സമയം. നമുക്കിത് ആക്ച്വലി ആകെ 45 ദിവസമേ ഉള്ളൂ. അപ്പൊ 1 മണിക്കൂർ സമയം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, MCQs മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അതിലെ മിനിമം, ഞാൻ ഈ പറയുന്നത് മിനിമം ക്വസ്റ്റ്യൻ ആണ്. 1 മണിക്കൂറിൽ നമ്മൾ മിനിമം ഒരു 50 ക്വസ്റ്റ്യൻ എങ്കിലും വർക്ക്ഔട്ട് ചെയ്തിരിക്കുക. ഇതിന്റെ പ്രോഗ്രസ് നിങ്ങൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി വെക്കുക കേട്ടോ. അതായത് ശരി ഉത്തരത്തിന് 1 മാർക്ക് കൊടുക്കുക, തെറ്റായിട്ടുള്ള ഉത്തരത്തിന് മൈനസിലേക്ക് നെഗറ്റീവ് മാർക്ക് ഇടുക, 0.33 മാർക്ക് കുറച്ച് ആ രീതിയിൽ നിങ്ങളുടെ മാർക്സ് എഴുതി വെക്കുക കേട്ടോ. അങ്ങനെ എഴുതി വെച്ച് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ പതിയെ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് കഴിയും കേട്ടോ. ഇനി ആക്ച്വലി നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് വരുന്നു. ആദ്യം നമ്മൾ ടൈം ടേബിൾ ആണ് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് വരുന്നു. അതായത് വീക്ക് 1, അതായത് ആദ്യത്തെ 7 ദിവസം നിങ്ങൾ ഇന്റൻസീവ് ആയിട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിന് വേണ്ടി മാറ്റി വെക്കുക കേട്ടോ. അതായത് ഈ ഓരോ ടോപ്പിക്സ് നമ്മുടെ സിലബസ് നോക്കി പഠിക്കുക. കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, community health practices and policies, then health organizations and role of health team, കൂടാതെ structure and dynamics of community need assessment and communication and media, പിന്നെ counseling and community based rehabilitation. കൂടാതെ 7ാമത്തെ ദിവസം, അതായത് ഒരാഴ്ചയുടെ ലാസ്റ്റ് ദിവസം നിങ്ങൾ എന്തിനു വേണ്ടി മാറ്റി വയ്ക്കുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. കൂടാതെ ആ ഫുൾ വീക്കിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക കേട്ടോ. അപ്പം ആ രീതിയിൽ നമുക്ക് ഫസ്റ്റ് വീക്ക് നമ്മുടേത് കടന്നു പോകുന്നു. നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി ടോപ്പിക്സ് തന്നെയാണ്. പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്ന ടോപ്പിക്കിൽ, അതായത് 8ാമത്തെയും 9ാമത്തെയും ദിവസം നമ്മൾ ന്യൂട്രീഷൻ, എസെൻഷ്യൽ ന്യൂട്രിയൻസ്, ന്യൂട്രീഷണൽ പ്രോബ്ലംസ്, കൂടാതെ അസസ്മെന്റ്, ന്യൂട്രീഷണൽ അസസ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. ദെൻ 10ാമത്തെയും 11ാമത്തെയും ദിവസം നമ്മുടെ ഹ്യൂമൻ ബോഡി ആൻഡ് ഹൈജീൻ, അതായത് ബേസിക് ആയിട്ടുള്ള അനാട്ടമി, കൂടാതെ ഹൈജീൻ പ്രാക്ടീസസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക. ദെൻ ഡേ 12 വരുമ്പോൾ എൻവയോൺമെന്റൽ സാനിറ്റേഷൻ, അതായത് സേഫ് വാട്ടർ, ദെൻ വേസ്റ്റ് മാനേജ്മെന്റ്, അങ്ങനെയുള്ള ടോപ്പിക്സ് പഠിക്കുക. ഡേ 13 ആണെങ്കിലോ മെന്റൽ ഹെൽത്ത്, പ്രധാനമായിട്ടും മാൽ അഡ്ജസ്റ്റ്മെന്റ്, എൽഡർലി കെയർ, മെന്റൽ ഡിസോർഡേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡേ 13 പഠിക്കുക. വീണ്ടും ഡേ 14 വരുമ്പോഴത്തേക്ക്, അതായത് സെക്കൻഡ് വീക്കിന്റെ എൻഡിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ്, അതായത് ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് നിങ്ങൾ അപ്പൊ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എക്സാം വരിക 100 ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ, 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ്. അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ ഒരു ഫുൾ സെറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ടൈമർ വെച്ച് വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. 90 മിനിറ്റത്തേക്ക് 100 ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. കൂടാതെ ആ ആഴ്ചയിൽ പഠിച്ച ടോപ്പിക്സ് എല്ലാം റിവിഷനും ചെയ്യുക. ദെൻ 3ാമത്തെ വീക്കിലേക്ക് വന്നു കഴിഞ്ഞാലോ വീണ്ടും നമ്മൾ പ്രൈമറി ഹെൽത്ത് കെയർ ആണ് അവിടെ പഠിക്കേണ്ടതായിട്ട് വരിക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ കേട്ടോ. ഡേ 15ലും 16ലും ഇൻഫെക്ഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ. കൂടാതെ 17, 18 കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുക. ദെൻ 19, 20 എന്താ വരിക, കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോബ്ലംസ്, അതായത് പലതരത്തിലുള്ള ഡിസീസസിനെ കുറിച്ച് പഠിക്കുക ബ്രീഫ് ആയിട്ട്. അതായത് നമ്മുടെ സിലബസ് സ്റ്റിക്ക് ഓൺ ചെയ്ത് വളരെ ബ്രീഫ് ആയിട്ട് മാത്രം നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഡിസോർഡേഴ്സിനെ കുറിച്ച് പഠിച്ചാൽ മതിയാകും. ദെൻ ഡേ 21 വരുമ്പോഴത്തേക്ക് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ്, കൂടാതെ റിവിഷൻ ഓഫ് ദാറ്റ് വീക്സ് ടോപ്പിക്സ് കേട്ടോ. ആ രീതിയിൽ നമുക്ക് നമ്മുടെ 3 ആഴ്ച കഴിയുന്നു. നെക്സ്റ്റ് നമ്മൾ 4ാമത്തെ ആഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് അല്ലെങ്കിൽ പീഡിയാട്രിക് നഴ്സിംഗ് ആയിരിക്കും നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഡേ 22 to 23, അതായത് 22ാമത്തെയും 23ാമത്തെയും ദിവസം നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, കൂടാതെ ന്യൂട്രീഷൻ ഓഫ് ഇൻഫന്റ്സ് ആൻഡ് ചിൽഡ്രൻ എന്ന ടോപ്പിക്ക് പഠിക്കുക. 24, 25 ആണെങ്കിലോ ചൈൽഡ് റൈറ്റ്സ്, കൂടാതെ കെയർ ഓഫ് സിക്ക് ചൈൽഡ്. 26 ആണെങ്കിലോ
കെയർ ഓഫ് സ്കൂൾ ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് 2027 അഡോളസൻ ഗേൾസ് ഹെൽത്ത് എന്ന ടോപ്പിക്ക് പഠിക്കുക. പിന്നെ 28 അതായത് 4th വീക്കിന്റെ എൻഡിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് പ്ലസ് റിവിഷൻ ഓഫ് ദാറ്റ് വീക്സ് ടോപ്പിക്സ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ വരുന്നത് വീക്ക് 5ലാണ്. 5ാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ വീണ്ടും മിഡ് വൈഫറി എന്ന ടോപ്പിക്സ്, അതായത് OBG പഠിക്കുക. അതായത് 29ാമത്തെയും 30ാമത്തെയും ദിവസം 2 ദിവസം നമുക്ക് ഹ്യൂമൻ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ പെൽവിസ്, ഫീറ്റൽ സ്കള്ള് എന്ന ടോപ്പിക്സ് പഠിക്കാം. 31, 32 ആണെങ്കിലോ പ്രഗ്നൻസി, ആന്റിജെന്റൽ കെയർ, നോർമൽ ആൻഡ് ഹൈ റിസ്ക് ലേബർ എന്ന ടോപ്പിക്സ് പഠിക്കുക. 33, 34 ആണെങ്കിലോ ന്യൂബോൺ കെയർ, സേഫ് മദർഹുഡ്, അബ്നോർമാലിറ്റീസ് ഓഫ് പ്രഗ്നൻസി പഠിക്കുക. കൂടാതെ ഡേ 35 അതായത് 5ാമത്തെ ആഴ്ച അവസാന ദിവസം വരുമ്പോഴത്തേക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യുക. കൂടാതെ റിവിഷൻ ഓഫ് ദാറ്റ് 5 ടോപ്പിക്സ് കേട്ടോ. ആ ആഴ്ച പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവിഷൻ ചെയ്യുക. വീണ്ടും നമ്മൾ 6ാമത്തെ ആഴ്ച കേട്ടോ. 6ാമത്തെ ആഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക് എന്താണ്? ഹെൽത്ത് സെന്റർ മാനേജ്മെന്റ്. അത് കൂടാതെ തന്നെ നമ്മുടെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ്, പിന്നെ ഗ്രാൻഡ് റിവിഷൻസ് കേട്ടോ. ഇതൊക്കെ ഈ വീക്ക് 6 അല്ലെങ്കിൽ ലാസ്റ്റിലേക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം 36, 37 ദിവസങ്ങളിൽ എന്ത് ചെയ്യുക? ഹെൽത്ത് സെന്റർ സ്ട്രക്ചർ, കൂടാതെ മെയിൻ്റെനൻസ് ഓഫ് സ്റ്റോക്സ് കോർഡിനേഷൻ എന്ന ടോപ്പിക്സ് പഠിക്കുക. ഡേ 38 ആക്ച്വലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് നമ്മൾ ലാസ്റ്റ് പഠിക്കുന്നത് നമ്മൾ പെട്ടെന്നൊന്നും മറന്നു പോകുന്നില്ല അല്ലേ? അതുകൊണ്ടാണ് ഈ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, കൂടാതെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ, പിന്നെ അതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ്, പുതിയ ഏതെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കുക. ദെൻ നമുക്ക് ഒരു 39ാമത്തെ ദിവസം മുതൽ 45ാമത്തെ ദിവസം വരെ എന്താണ്? ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ്, അതായത് മോക്ക് ടെസ്റ്റ് ചെയ്യുക, കൂടാതെ റിവിഷൻസ് ചെയ്യുക കേട്ടോ. അതായത് മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ ചെയ്യുക കേട്ടോ. അപ്പൊ ഈ രീതിയിലായിരിക്കണം നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജി പോകേണ്ടത് കേട്ടോ. ലാസ്റ്റ് എന്താണ് നമ്മുടെ ഇനിയുള്ള 45 ദിവസം നമ്മൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജി പോകേണ്ടത്. അപ്പൊ ഇനി നിങ്ങൾ പലരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, ഞാൻ എവിടെയെങ്കിലും ചേർന്ന് പഠിക്കണോ അതോ സ്വന്തമായിട്ട് പഠിച്ചാൽ മതിയോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജിയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തന്നെ വളരെ കോൺഫിഡന്റ് ആയിട്ട് പഠിക്കുക. അതല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ എഡ്യൂസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ആക്ച്വലി ഒരു ക്രാഷ് ബാച്ച് ഇപ്പൊ റണ്ണിങ് ആണ്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ആക്ച്വലി പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ക്ലാസ്സുകൾ പഠിച്ചു പോകുന്നതോടൊപ്പം തന്നെ റിവിഷനും അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യുന്നു. കൂടാതെ ഓരോ ദിവസത്തെയും ക്ലാസ്സിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമ്മൾ ഷോർട്സ് ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്നു. അവിടെ നിന്ന് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ടെസ്റ്റും ഓരോ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഡെയിലി തരുന്നു കേട്ടോ. അതുകൂടാതെ തന്നെ ഇനി വരുന്ന റിവിഷൻസ്, പിന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സക്സസിലേക്ക് നയിക്കപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഉറപ്പായിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റ് ഇടം നേടാം. സോ അതിനുവേണ്ടി ഒന്നാമത്തെ കാര്യം ഈ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റഡി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ ഡെയിലി പ്ലാൻ, നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക കേട്ടോ. ആ ഡെയിലി പ്ലാൻ നമ്മൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുക. കൂടാതെ MCQ പ്രാക്ടീസ് എല്ലാ ദിവസവും ചെയ്യുക. ഞാൻ മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കൂടാതെ ദിവസം ഒരു 50 ക്വസ്റ്റ്യനെങ്കിലും സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. അതിന്റെ പ്രോഗ്രസ് നിങ്ങൾ സ്വന്തമായിട്ട് അസസ് ചെയ്യുക കേട്ടോ. കൂടാതെ റിവൈസ് സ്മാർട്ട്ലി, വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ചെറിയ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം, ചെറിയ ഫ്ലാഷ് കാർഡ് പോലെയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വെക്കാം കേട്ടോ. ആ രീതിയിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. പിന്നെ മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ വീക്കിലി നിങ്ങൾ ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്യുക. അതിന്റെ മിസ്റ്റേക്സ് എന്താണ് നിങ്ങൾ വരുത്തിയതെന്ന് സ്വന്തമായിട്ട് കേട്ടോ, അത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ സ്വന്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സെയിം മിസ്റ്റേക്ക് വീണ്ടും നമ്മുടെ എക്സാമിലേക്ക് കടന്നു വരാതെ നോക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പം ഈ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓരോ പ്രാക്ടീസ് ടെസ്റ്റിലും മിനിമം 80% മാർക്ക് നമ്മൾ ഓരോ പ്രാക്ടീസ് ടെസ്റ്റിലും വാങ്ങും എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ഇപ്പൊ നമുക്ക് ഒരു എക്സാമിന് 80% കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളതിന്റെ എവിടെയൊക്കെയാണ് നമുക്ക് തെറ്റിയത്, എന്തുകൊണ്ടാണ് തെറ്റിയത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിന്റെ ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ 4 ഓപ്ഷൻസും വായിക്കുക. ഇതിൽ ഏതാണ്? പലപ്പോഴും നമ്മുടെ എക്സാമിന് വരുമ്പോൾ ചിലപ്പോൾ 2 ആൻസർ ശരിയായിരിക്കാം, പക്ഷെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? ടാസ്ക് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഐഡന്റിഫൈ ചെയ്യുക, അത് എഴുതുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ പറയുന്നത് ക്വസ്റ്റ്യൻ ഡെപ്തിൽ വായിക്കുക, ക്വസ്റ്റ്യൻ വായിച്ചു മനസ്സിലാക്കുക. നമ്മുടെ ചോദ്യകർത്താവ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കൂടാതെ 4 ഓപ്ഷൻസ്, ഇപ്പൊ ആക്ച്വലി അതിനെ ഡിസ്ട്രാക്ടർ എന്നാണ് പറയുക. അപ്പൊ 4 ഡിസ്ട്രാക്ടേഴ്സ് ഉണ്ടെങ്കിൽ 4 ഡിസ്ട്രാക്ടേഴ്സും വായിക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യനുമായിട്ട് കമ്പയർ ചെയ്യുക. ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് മാത്രം ശരി ഉത്തരമായിട്ട് എഴുതുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ഓപ്ഷനൊക്കെ എപ്പോഴും നമുക്ക് കറക്റ്റ് ആയിട്ട് തോന്നും. സോ അതിൽ വളരെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് മാത്രം ചൂസ് ചെയ്ത് എഴുതുക കേട്ടോ. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഈ സ്റ്റഡി പ്ലാനുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.